ഒരുപാട് സംഗീത സംവിധായകരുള്ള മലയാളത്തിലെ ഏറ്റവും വെർസറ്റൈൽ സംഗീത സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് എൻ്റെ ഉത്തരം ശ്രീ MG രാധാകൃഷ്ണൻ എന്നാണ്. ദേവരാജൻ മാസ്റ്റർ മുതൽ ഇന്നിപ്പോൾ JX ബിജോയ് വരെ ഇത്രയും സംഗീത സംവിധായകരുള്ള മലയാളത്തിൽ അത്രയൊന്നും സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു സംഗീത സംവിധായകനാണ് MG രാധാകൃഷ്ണൻ. നമ്മൾ നെറ്റിൽ അദ്ദേഹത്തിൻ്റെ MG രാധാകൃഷ്ണൻ്റെ ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ 34 ചിത്രങ്ങളാണ് എണ്ണത്തിൽ പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിലെ ചിത്രങ്ങളുടെ പാട്ടൊന്ന് നോക്കണം. നമ്മൾ പാട്ട് നോക്കുമ്പോൾ അതിനകത്ത് ആ വെർസറ്റാലിറ്റി നമുക്ക് മനസ്സിലാവും. ചാമരമുണ്ട്, പൂച്ചക്കുരു മുക്കുത്തി, രാക്കുയിലിൻ രാഗസദസ്സിൽ, അതൊക്കെ ഹിറ്റ് പാട്ടുകളുള്ള ചിത്രങ്ങളാണ്. പിന്നീട് ഇങ്ങോട്ട് സർവകലാശാല, അദ്വൈതം, മണിച്ചിത്രത്താഴ് സൂപ്പർ ഹിറ്റ് പാട്ടുകളാണ്. ദേവാസുരം, അമ്മയാണ് സത്യം, കാശ്മീരം, അഗ്നിദേവൻ എല്ലാം ഹിറ്റുകളാണ്. തക്ഷശില, രക്തസാക്ഷികൾ സിന്ദാബാദ്, കണ്ണെഴുതി പൊട്ടും തൊട്ട് അതുപോലെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് അതിനകത്തുള്ളത്. നരസിംഹത്തിനകത്ത് ഏറ്റവും ഫാസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ താങ്കിണക്ക ദില്ല എന്ന് പറയുന്ന പാട്ട് അത് ഹിറ്റായിരുന്നു. പ്രജയിൽ നല്ല ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ആണ് പ്രജയിലുള്ളത്. അതുപോലെ ചന്ദനമണി സന്ധ്യകളിലെ എന്ന് പറയുന്നൊരു ഹിറ്റ് പാട്ടുണ്ട്. മേഘസന്ദേശത്തിനകത്ത് ഹിറ്റ് പാട്ടുകൾ, നരിമാനകത്തൊരു ഹിറ്റ് പാട്ടുണ്ട്. കാറ്റ് വന്ന് വിളിച്ചപ്പോൾ അതൊരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്. കാറ്റ് നീ വിശരുതപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്. പിന്നെ അനന്തഭദ്രത്തിലുള്ള കലാഭവൻ പാടിയൊരു പാട്ടുണ്ട്, സൂപ്പർ ഹിറ്റ്, ഒരു ഫോക്ക് സോങ് ആണ്. അതുപോലെ തന്നെ യേശുദാസ് പാടിയ തിരുനുരയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നമ്മളിപ്പം ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്തേക്കുന്നത് 34 സിനിമകൾ മാത്രമാണ് ഇത്രയും വർഷങ്ങളിൽ. പക്ഷേ ഒന്ന് ആലോചിച്ച് വെക്കുക, 34 സിനിമകളിലെ 99% പാട്ടുകളും ഹിറ്റുകളാണ്. അതുപോലെ തന്നെ ഒന്നിനോടൊന്ന് വ്യത്യസ്തമായ പാട്ടുകളാണ് ചെയ്തേക്കുന്നത്. റൊമാൻറ്റിക് സോങ്സ് ഉണ്ട്, ഫോക്ക് സോങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസിക് സോങ്സ് ഉണ്ട്, ഫാസ്റ്റ് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ജോണറിലുള്ള പാട്ടുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റുകളുമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമകാലീനരായ ജോൺസൺ മാഷോടൊപ്പമോ അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷോടൊപ്പമോ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ചെയ്ത ലളിതഗാനങ്ങൾ വേറെ ഉണ്ട്, ഒരുപാടുണ്ട്, ഞാനിവിടെ പരാമർശിക്കുന്നില്ല. ഹിറ്റ് പാട്ടുകളാണ് ഒരുപാടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ജോൺസൺ മാഷോ അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷോ പറയുമ്പോൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ കാലത്താണെങ്കിലും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്താണെന്നുള്ള രീതിയെപ്പറ്റി അത്ര ഗാഢമായൊരു പഠനം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വെർസറ്റൈൽ മ്യൂസിക് ഡയറക്ടർ ശ്രീ MG രാധാകൃഷ്ണനാണ്. താങ്ക് യു.